പല നിലക്കുള്ള പ്രമോഷൻ വീഡിയോകളും അല്ലെങ്കിൽ പല പ്രമോഷനുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ബിസിനസ്സിൻ്റെ ഭാഗമാകാം, അല്ലെങ്കിൽ മറ്റു ഇൻഡസ്ട്രികളുടെ, സിനിമ പോലെയുള്ള വലിയ വലിയ ഇൻഡസ്ട്രികളുടെ ഭാഗമായിട്ടുള്ള പ്രമോഷൻ്റെ വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരമൊരു പ്രമോഷൻ മാത്രമാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബോബി ചെമ്മണ്ണൂർ അതുപോലെ തന്നെ ഒരു നടിയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം. വെറും ഒരു സിനിമ പ്രമോഷൻ്റെ ഭാഗമാണ്. ഈ നടിയുടെ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സ്ത്രീയുടെ ഒരു സിനിമ ഈ അടുത്ത് റിലീസാവാനിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ സിനിമയിലെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു മെയിനായിട്ടുള്ള റോള് ലീഡ് ചെയ്യുന്നത് ഈ സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു നാടകം മാത്രമാണ് ഈ സ്ത്രീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിൽ വേറെ ഒരു കഴമ്പുമില്ല. മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എന്താ? പൊതുവായിട്ട് ഒരു പരിപാടിയിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ മോശമായിട്ട് ഒരാൾ അവിടെ വെച്ചുകൊണ്ട് മൈക്കയിലൂടെ പരസ്യമായിട്ട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ അത് തിരുത്തണം. അല്ലെങ്കിൽ അതിനുള്ള മറുപടി, അതിനുള്ള പ്രതികരണം അവിടെ വെച്ച് തന്നെ കൊടുക്കണം. ഈ പറയപ്പെട്ട വ്യക്തി ഇന്ന കാര്യം പറഞ്ഞത് എന്നെക്കുറിച്ചാണ്, ഒരിക്കലും ഇങ്ങനെ പരസ്യമായിട്ട് ഒരു സ്ത്രീയെയും അപമാനിക്ക് സംസാരിക്കാൻ പാടില്ല എന്ന് അവിടെ വെച്ച് തന്നെ അതിനുള്ള മറുപടി കൊടുക്കണ്ടേ? എല്ലതും കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 10-15 വർഷം കഴിഞ്ഞിട്ടാണോ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ടത്? അതിൻ്റെ അർത്ഥം എന്താ? അന്ന് അവൾക്ക് സംസാരിക്കാൻ, പരസ്യമായിട്ട് അതിനെ പ്രതികരിക്കാൻ ശേഷിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സംഘടനകളൊക്കെ പിന്നെ എന്തിനാണ്? ഒരു സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണ്ടേ? അവിടെ വെച്ച് തന്നെ സംഘടന എന്ന് പറയുന്നതും ഈ സ്ത്രീ മാത്രമായിട്ട് ഒരു ഉദ്ഘാടന വേദിയിലേക്ക് ചെന്നുകൊണ്ട് അവിടെ വെച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ പറയണം. അതിനുള്ള മറുപടി അപ്പോൾ തന്നെ കൊടുക്കണം. ഇപ്പോൾ ഈ അടുത്ത് സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വന്നു. ഈ സംഭവം കഴിഞ്ഞതൊക്കെ എന്നാണ്? വർഷങ്ങൾക്ക് മുമ്പാണ്. 10-15 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഈ സ്ത്രീകൾ, ഈ നടികൾ ഇപ്പോൾ ഈ അടുത്താണ് അത് പൊക്കിക്കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇപ്പോഴാണ് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് അങ്ങനെ നടന്നു, അന്ന് ഇങ്ങനെ നടന്നു. ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ പറയാണ്, ഞാൻ പഠിക്കുന്ന സമയത്ത് 10-15 വർഷം മുമ്പ് എന്നെ ഈ അധ്യാപകൻ എന്നെ അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നെങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്. എല്ലാവർക്കും കേസായിരിക്കും, എല്ലാവർക്കെതിരെയും കേസായിരിക്കും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വേദിയിൽ വെച്ച് തന്നെ. ഇപ്പോൾ എന്നെ ഒരാൾ പരസ്യമായിട്ട് എന്നെ പൊതുവായിട്ടുള്ളൊരു വേദിയിൽ വെച്ച് എന്നെ അപമാനിച്ചു എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അപ്പോൾ തന്നെ അതിനുള്ള മറുപടി അവിടെ വെച്ച് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് കഴിഞ്ഞതിൻ്റെ ശേഷം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക അതിൻ്റെ പിന്നിൽ വേറെ പല ലക്ഷ്യങ്ങളാണെന്നുള്ളത്. ആ ലക്ഷ്യമാണ് ഈ സിനിമയുടെ പ്രമോഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും പിന്നിൽ മാർക്കറ്റിംഗ് ഉണ്ട്, എല്ലാത്തിൻ്റെയും പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തിൻ്റെ പിന്നിലുള്ള ബിസിനസ്സും ഇത് തന്നെയാണ്. അപ്പോൾ സിനിമാ മേഖല എത്രത്തോളം വൃത്തികെട്ട ഒരു മേഖലയാണ് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഒരു വ്യക്തിയെ ഒരു സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ജയിലിൽ വരെ കിടത്തുക എന്ന് പറയുന്നത് തന്നെ, അല്ലേ? എത്രത്തോളം മോശമായിട്ടുള്ളൊരു മേഖലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെന്തെല്ലാം മാർഗ്ഗങ്ങളിലൂടെ ഒരു സിനിമയുടെ പ്രമോഷൻ ചെയ്യാൻ പറ്റും? ഈ രൂപത്തിൽ തന്നെ ചെയ്യണം. ഒരാളെ ജയിലിൽ കിടത്തിയിട്ടും ഈ രൂപത്തിലൊക്കെ ചെയ്യണമെന്നുണ്ടോ? യാതൊരു നിലക്കുമില്ല. വേറെ പല മാർഗ്ഗങ്ങളുണ്ട് പ്രമോഷൻ ചെയ്യണമെങ്കിൽ. അതിനെ താങ്ങി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരുപാട് മാധ്യമ പ്രവർത്തകരും പിന്നാലെ ഓടുന്ന മറ്റൊരു ദയനീയമായ കാഴ്ച.